ഞാൻ തിരുവനന്തപുരത്തോട്ട് ജോലിക്ക് വന്ന ടൈമിൽ എല്ലാവരും ചോദിക്കുമായിരുന്നു കാത്ത് അവിടെ പോയി ഇപ്പോൾ അങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തൊക്കെ ഒന്ന് ചോദിക്കുമായിരുന്നു. അതുപോലെ ജോലിയും കിട്ടിയ അല്ലെങ്കിൽ കാത്ത് പഠിക്കാൻ പോയെന്നൊക്കെ ചോദിക്കുമായിരുന്നു. കാത്ത് വേറെ ആരില്ല, ഞാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അമ്മ പറയും അവൾക്ക് ജോലി കിട്ടി, അവൾ തിരുവനന്തപുരത്തോട്ട് മാറിപ്പോയി എന്നിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ അങ്ങനെ അധികമൊന്നും ഞാൻ വീട്ടിൽ നിന്നിട്ടില്ല. ഒരു 1-2 മാസം എന്തോ ഞാൻ നിന്നിട്ടുള്ളൂ. ആ ടൈമിൽ തന്നെ ഞാൻ ജോലിക്ക് നല്ല രീതിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഒരു ജോലി കണ്ടുപിടിക്കുക എന്നുള്ളത്. കാര്യം വേറൊന്നുമല്ല, ഫ്രഷറാണ്, വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എനിക്ക് ആകെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ കഴിഞ്ഞ സമയത്ത് ഞാൻ വാർത്താ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ ജേർണലിസമാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയ ഫീൽഡിൽ ജോലി ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു പാടാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ മീഡിയ ഫീൽഡിൽ സ്റ്റാർട്ടറായിട്ട് അല്ലെങ്കിൽ ഫ്രഷറായിട്ട് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല സ്ട്രഗ്ലിംഗ് ഫേസ് ആണ്. സാലറി കാണത്തില്ല. നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നമ്മളൊരു പുതിയൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ അവിടുത്തെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടേണ്ടി വരും. അതൊക്കെ മുന്നിൽ കണ്ട് തന്നെയാണ് ഞാൻ ജോലിക്ക് പോകാമെന്നുള്ളൊരു ഡിസിഷൻ എടുത്തത്. അപ്പോഴാണ് അങ്ങനെ വിഷമിച്ചിരുന്ന ടൈമിലാണ് എനിക്കിങ്ങനെ എൻ്റെ ഫ്രണ്ട് അഞ്ജന അവളിങ്ങനെ ഒരു ജോലിയുണ്ട്, ഞാൻ സെറ്റാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ജോലിയൊക്കെ സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ നേരെ അവളുടെ അടുത്തോട്ട് പോയിട്ട് ട്രിവാൻഡ്രത്ത് വന്നു. അവിടെ ഒരു ഫ്ലാറ്റൊക്കെ എടുത്ത് ഞങ്ങൾ സെറ്റായി. അപ്പോൾ അവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ കേരള മുതിയിൽ ഇങ്ങനെ വേക്കൻസി ഉണ്ടെന്ന് അങ്ങനെ ഒരു ആഡ് കണ്ടത്. അപ്പോൾ ആ ടൈമിൽ തന്നെ ഞാനിങ്ങനെ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ അവർ ഇൻ്റർവ്യൂവിന് എന്നെ വിളിക്കുന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുന്നു. എനിക്ക് സെലക്ട് ആവുന്നു. കേരള മുതി എന്ന് പറഞ്ഞ പത്രത്തിലല്ല, ഞാൻ കൗമുദി ടിവിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കിട്ടുന്നു. പെട്ടെന്ന് ഞാൻ തീരുമാനിക്കുന്നു എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എപ്പോഴും നമ്മുടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മുടെ ലൈഫിലോട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കാറുണ്ട്. ഇപ്പോൾ ഞാനൊരു ഓൺലൈൻ ചാനൽ നിൽക്കുകയാണെങ്കിൽ തന്നെ എത്ര കാലം അങ്ങനെ നിൽക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. നമുക്ക് സാലറി ഇല്ല, ഭയങ്കര കുറവ് സാലറിയിലാണ് ഞാൻ ആദ്യം വർക്കിന് കയറിയത്. അപ്പം സാലറി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്കങ്ങനെ അധികം നാൾ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ കേരള കൗമുദി എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ലൈഫിലോട്ട് സെലക്ട് ചെയ്യണത് തന്നെ. നമ്മളിപ്പോൾ എവിടെ ജോലിക്ക് കയറിയാലും നമുക്കൊരു സ്ട്രഗ്ലിംഗ് ഫേസ് ഉണ്ടായിരിക്കും. നമ്മളൊരു കാര്യം പഠിച്ചെടുക്കുന്നത് വരെ നമുക്കതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്കതെങ്ങനെ ആ സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്തെടുക്കും, നമ്മളെങ്ങനെ ആ ഒരു ട്രാക്കിലോട്ട് ബാക്കി എല്ലാവരും വർക്ക് ചെയ്യുന്ന പോലെ ആ ട്രാക്കിലോട്ട് വരും എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ എന്നെ ആ ടൈമിലൊക്കെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജോലിയുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പുറമേ നിന്ന് കാണുന്ന ആൾക്കാർക്ക് ഒരു ജോലി ഇല്ലെന്നെങ്കിലുമൊക്കെ പറയുമെങ്കിലും പക്ഷേ നമുക്ക് ഒത്തിരി ജോലിയുണ്ട് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ ജോലികളെല്ലാം പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ട്രഗ്ലിംഗ് ഫേസ് തന്നെയാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിപ്പം ഒരുപാട് കംഫർട്ടാണ് അവിടെ വർക്ക് ചെയ്യുക എന്നുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. ഞാൻ തിരുവനന്തപുരത്തോട്ട് ജോലിക്ക് വന്ന ടൈമിൽ എല്ലാവരും ചോദിക്കുമായിരുന്നു കാത്ത് അവിടെ പോയി ഇപ്പോൾ അങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തൊക്കെ ഒന്ന് ചോദിക്കുമായിരുന്നു. അതുപോലെ ജോലിയും കിട്ടിയ അല്ലെങ്കിൽ കാത്ത് പഠിക്കാൻ പോയെന്നൊക്കെ ചോദിക്കുമായിരുന്നു. കാത്ത് വേറെ ആരില്ല, ഞാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അമ്മ പറയും അവൾക്ക് ജോലി കിട്ടി, അവൾ തിരുവനന്തപുരത്തോട്ട് മാറിപ്പോയി എന്നിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ അങ്ങനെ അധികമൊന്നും ഞാൻ വീട്ടിൽ നിന്നിട്ടില്ല. ഒരു 1-2 മാസം എന്തോ ഞാൻ നിന്നിട്ടുള്ളൂ. ആ ടൈമിൽ തന്നെ ഞാൻ ജോലിക്ക് നല്ല രീതിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഒരു ജോലി കണ്ടുപിടിക്കുക എന്നുള്ളത്. കാര്യം വേറൊന്നുമല്ല, ഫ്രഷറാണ്, വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എനിക്ക് ആകെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ കഴിഞ്ഞ സമയത്ത് ഞാൻ വാർത്താ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ ജേർണലിസമാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയ ഫീൽഡിൽ ജോലി ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു പാടാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ മീഡിയ ഫീൽഡിൽ സ്റ്റാർട്ടറായിട്ട് അല്ലെങ്കിൽ ഫ്രഷറായിട്ട് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല സ്ട്രഗ്ലിംഗ്